വടക്കൻ കേരളത്തിലും ആഘോഷങ്ങളൊക്കെ പൊടിപൊടിച്ചു. കോഴിക്കോട്ടും മലപ്പുറത്തും കണ്ണൂരിലുമെല്ലാം വിവിധ ആഘോഷ പരിപാടികളാണ് അരങ്ങേറിയത്. കോഴിക്കോട് ബീച്ചും മാനാഞ്ചിറയും ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. വലിയ ആവേശത്തോടെ 2026 പുതിയ വർഷത്തെ കോഴിക്കോട്ടുകാരും വരവേറ്റിരിക്കുകയാണ്. കോഴിക്കോട് ബീച്ചും മാനാഞ്ചിറയും ഒക്കെയായിരുന്നു കോഴിക്കോട്ട് ആളുകൾ, മനുഷ്യർ തടിച്ചുകൂടിയ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെന്ന് പറയുന്നത്. കോഴിക്കോട് ബീച്ചിലേക്ക് വരുമ്പോൾ യുവാക്കളും ചെറുപ്പക്കാരും മുതിർന്നവരുമൊക്കെ ഒരുപോലെ കൂടിയ സ്ഥലമായിരുന്നു കോഴിക്കോട് ബീച്ച് എന്ന് പറയുന്നത്. ഇവിടെ സ്ക്രീനിൽ 2025 അവസാനിക്കുന്ന സമയം മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ഇവിടെ ഒരുക്കിയ സ്ക്രീനിൽ സെക്കൻഡുകൾ തെളിഞ്ഞു വന്നിരുന്നു. 2026 ആ സ്ക്രീനിൽ ആളുകൾ കണ്ടു. അതോടുകൂടി ആളുകൾ വലിയ ആവേശത്തോടു കൂടി ആവേശാരവങ്ങൾ മുഴക്കി. ആകാശത്ത് വലിയ രീതിയിലുള്ള പടക്കങ്ങൾ പൊട്ടി. ആ രീതിയിലൊക്കെയായിരുന്നു കോഴിക്കോട്ട് ആളുകൾ ഇതിനെ വരവേറ്റിരുന്നതും. എല്ലാരും ഫാമിലി മൊത്തം ഫുൾ ഫാമിലി കഴിഞ്ഞ ഇവിടെ തന്നെയാണ് വന്നത്. അടിച്ചു പൊളിക്കണമെന്ന് വെച്ചിട്ട് വന്നതാ. മാനാഞ്ചിറ വളരെ നേരത്തെ തന്നെ ന്യൂ ഇയറിനെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങിയിരുന്നു. വലിയ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. പ്രത്യേക ദൃശ്യങ്ങൾ പ്രകടമാകുന്ന രീതിയിലുള്ള കാഴ്ചകളായിരുന്നു മാനാഞ്ചിറയിൽ നിന്ന് ഉണ്ടായിരുന്നത്. അതിരാവിലെ തന്നെ കോഴിക്കോട്ടെ ബീച്ചിലേക്ക് ആളുകൾ, വളരെ ദൂരത്ത് നിന്നുള്ള ആളുകൾ, കാസർഗോഡ് ജില്ലയിൽ നിന്നടക്കം ആലപ്പുഴ ജില്ലയിൽ നിന്നടക്കമുള്ള ആളുകൾ കോഴിക്കോട് ബീച്ചിലേക്ക് വളരെ നേരത്തെ തന്നെ എത്തിയിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 700-ലധികം പോലീസുകാരെ ഇവിടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് വേണ്ടി വിന്യസിച്ചിരുന്നു. എന്നാൽ എവിടെയും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ കോഴിക്കോട്ടുകാർ ഈ ന്യൂ ഇയറിനെ, പുതുവർഷത്തെ വരവേറ്റു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹാപ്പി ന്യൂ ഇയർ എന്ന് ആളുകൾ ആവേശത്തോടു കൂടി പറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് പാട്ടുപാടുന്ന ആളുകൾ, മിമിക്രി അവതരിപ്പിക്കുന്ന ആളുകൾ, ഈ തരത്തിലൊക്കെയായിരുന്നു കോഴിക്കോട്ടുകാരെ നമ്മൾ കണ്ടത്. ആവേശം കോഴിക്കോട്ടുകാർക്കുണ്ട്. രാത്രി ഏറെ വൈകിയും ആവേശം അവർ അങ്ങനെ തന്നെ നിലനിർത്തി എന്നുള്ളതോടുകൂടിയാണ് കാര്യം. ക്യാമറമാൻ ജോൺ ടി കെക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.